Hey guys, நாங்கள் இந்த வந்து ட்ரிப்பு போகிறேன். മലയാളത്തിൽ சொல்றா. ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവുകയാണ് ഗൈസ്, അതും കൊടൈക്കനാൽ. ഞങ്ങൾ അവിടെ എല്ലാം സെറ്റായി അവിടെ പാക്കിങ്ങിലാണ് പോവാണ്. കൊടൈക്കനാൽ പോവാണ്. എല്ലാം സെറ്റായി, എല്ലാം പാക്ക് ചെയ്ത് ക്യാമറ, ഡ്രോൺ എല്ലാം കയറ്റി വെച്ചപ്പോണ്ട് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആരൊക്കെയാ ഉള്ളതെന്ന് കാണാം. അതെ, കാറെല്ലാം സെറ്റായി. അപ്പം നമ്മൾ എല്ലാം സെറ്റായി. ആരൊക്കെ ഉള്ളതെന്ന് കാണിച്ചത്. ഓക്കെ ഗായ്സ്, ഇതാണ് നാദർഷ ഡൂഡ്, ഡ്രൈവർ കം മാനേജർ കം എല്ലാം കം. ലത്തീഫിന്റെ മോൻ ഫാറൂഖ്, ലത്തീഫിന്റെ മോൻ ഫാറൂഖ്. പിന്നെ ഒരാളോടുണ്ട്. ഓക്കെ ഗായ്സ്, അടുത്തയാണ് നമ്മുടെ പ്രമുഖ ഫോട്ടോഗ്രാഫറും സുനിൽ സ്മോക്കി. അതാ പേര് സ്വന്തമായ സുനിൽ സ്മോക്കി. പിന്നുള്ള തിരിടാ ഞങ്ങളുടെ സ്റ്റാർട്ടായി. എല്ലാരും കാറി കയറിയിട്ടുണ്ട്. എല്ലാരും കേറിയിട്ടുണ്ട്. നമ്മളിപ്പോ വണ്ടി എടുക്കും. സെറ്റാണ്, സെറ്റാണ് ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ അതിന്റെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ട് പോവാം. ഓക്കെ ഡൺ. ഫുഡ് കാണിച്ചു തരാം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഹലോ ഗൈസ്, രാവിലെ ചായ കുടിക്കാതെ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. വേറൊരു വിഷയമുണ്ട്. ഇന്ന് പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇത് എന്ന് എഡിറ്റ് ചെയ്ത് ചാനലിൽ വരുമെന്ന് അറിയത്തില്ല. എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഞാനുള്ളതുകൊണ്ട് പിന്നെ എല്ലാം നടന്നു പറ്റാത്തത്. പിന്നെ നമ്പല്ലേ, ഞാൻ മെയിൻ ആക്ടർ തന്നെ. അലമ്പ് കാണില്ല, അലമ്പ്. ഇത് പോട്ട്, നല്ല തരി പോട്ട്. ഓരോരുത്തരെ കഴിച്ച് കഴിഞ്ഞ് പയ്യെ ഫുഡ് വന്നത്. എണ്ണ അടിച്ചുകൊണ്ടിരിക്കുവാണ്. വണ്ടിക്കകത്ത് വെട്ടമില്ല, അത് ഒന്നാമത്തെ കാര്യം. ആകെ ആയിരിക്കും ലൈറ്റ്. ഇവിടെ ബാക്കിൽ ഇവിടെ ഫോണിന്റെ ഫ്ലാഷ് അടിച്ചാണ് എടുക്കുന്നത്. വണ്ടിക്കകത്ത് വെട്ടം അല്ലേ, പിന്നാണ്ട് നമ്മൾ ഈ സാധനം തുറന്ന വണ്ടക്കത്തെ തുറക്കണം. എന്നാലും മുകളിൽ നിന്ന് ടോർച്ച് അടിക്കേണ്ടി വരും. എത്ര രൂപയ്ക്ക് എണ്ണ അടിച്ചേ? 3000 രൂപയ്ക്ക് എണ്ണ അടിച്ച് ഇടം വരെ പോകും. 250 കിലോമീറ്റർ ഓടുന്ന വണ്ടി എത്ര പറയുന്നത്? 385 ഉണ്ടെന്ന് പറയുന്നു. ഉച്ചവർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പൈസ ഗൂഗിൾ പേ ആണോ? കാടെന്നല്ലോ. ലക്ഷറി ലൈഫ്. സ്മോക്കീസ് ലക്ഷറി ലൈഫ്. കാർഡ് സൈക്കിൾ ഏതാ? അപ്പൊ
ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, രണ്ടുപേര് ചരിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ആള് രണ്ടാള് ചരിഞ്ഞു. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സമയം എത്രയും 1:36. ചായ കുടിക്കാൻ വേണ്ടി എന്തുവാ എന്തുവാ കട്ടൻ ചായ കുടിച്ചിട്ട് കാണാം. പാണ്ടിപുട്ടു ഹേയ് ചായ കുടിക്കാൻ കയറിക്കോണം. തമ്പി ടീമേടെ അടാറ് ജ്യൂസ് ഇടാ. പ്രമോഷനല്ല, നമ്മള് പ്രമോഷൻ ചെയ്യാറില്ല അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് GoPro അല്ല, ഇത് DJയുടെ ആക്ഷൻ 5 Pro. അതുകൊണ്ട് ഇത്ര ലൈറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. ഇനി വേണമെങ്കിൽ 2 സ്റ്റിക്കൊക്കെ എടുത്ത് കൊടുക്കണം അപ്പുറം ഇപ്പുറം. ഡ്രൈവർ ഗഡി. എടാ ആപ്പാണായിരുന്നു അത്. ഫേസ്ബുക്കിൽ വരും. നമ്മളെന്ത് ഉത്സവം കാണാൻ പോയി? നമ്മൾ ഉത്സവം കാണാൻ പോയൊന്നുമില്ല. അതാ നമ്മള് എത്ര വർക്കിന് പോകുന്നത്? ദിവസം വർക്കില്ലേ നമുക്ക്? ഇപ്പോൾ 2 മണി ആവാറായി. ഇനി അങ്ങോട്ട് ഉറക്കമൊക്കെ ആയിരിക്കും. ഇതിനകത്ത് വെട്ടമില്ല, അതാണ് പ്രശ്നമായപ്പോൾ എക്സ്പോസർ +3 ആക്കി. -3 കടന്ന ഇപ്പോൾ +3 ആക്കി. നിന്റെ അവിടെ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോയില്ലല്ലോടാ. 2 ദിവസമെങ്കിൽ 2 ദിവസം ഉണ്ടല്ലോടാ. ചെയ്യൂടാ മോനെ, ചെയ്തിടും. ആരുടെ ചാനലിൽ വരുമെന്ന് അറിയത്തില്ല. അത് ഇനി ഉറക്കമൊക്കെ ആയിരിക്കും. ഇനി രാവിലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഇറങ്ങി പകുതി വഴിയായി. ഇനി 200 കിലോമീറ്ററുണ്ട്. ഇനി രാവിലെ ഉള്ള കാണാം. ബൈ ഗായ്സ്. ഞങ്ങളങ്ങനെ കൊടൈക്കനാലിലെത്തി ഗായ്സ്. അതെ, ബ്ലോഗർ അമ്പർ തൂങ്ങുന്നു. ചൂട് തലയും കുത്തി കിടന്നുറങ്ങുന്നു. അതിനപ്പുറത്തും കിടന്നുറങ്ങുന്നു. അണ്ണൻ പറന്നു നിന്ന് വണ്ടി ഓടി. ഞാൻ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെയാണ് ഗായ്സ്. സ്ഥലം എവിടെ ഇടാൻ പോലെ. ഇതാണ് പൂണ്ടി എത്തി ഗായ്സ്. പൂണ്ടി കൊടൈക്കനാലിൽ കയറിയില്ല. ഓരോ പരിപാടിയായിട്ട് ഓരോ പരിപാടിയായിട്ട് ഇരിക്കുന്നു. ഓരോ പരിപാടിയായിട്ട് ഇരിക്കുക. അയ്യോ, എൻ്റെ പ്രശ്നമൊക്കെ എന്ത് കിട്ടി. ആർക്കാണെന്നല്ല അറിയാം.
ഗൈസ് തേച്ച് കഴിഞ്ഞിട്ടോടാ. വാട്ടർഫാൾ ഇല്ല എടുത്തോ. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്തോ? ഗായ്സ് കൊടൈക്കനാൽ വാട്ടർഫാൾസ് ആണ്. പേര് പറയണ ഇത് ഞാനിടും. ഈ സാധനം ഞാൻ വെച്ചിടും. എന്നിട്ട് ഇതാര് കാണും? ഇതാര് കാണും? നിങ്ങളുടെ വീട്ടിലുള്ള ആരൊക്കെ കാണും? ഇതിട്ട് കഴിഞ്ഞാൽ ഇത് ഇട്. കട്ടില്ല ചുണ്ണി ഞാൻ കണ്ടി. ഇത് കട്ടില്ല. കാണാ. ഇതിന്റെ പേരെന്താ? വെള്ളച്ചാട്ടത്തിന്റെ സിൽവർ കാസർഗോഡ് കാണാനൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് കയറി നോക്കാണ്ട് പാസ് അവിടെ ഇരിക്കുന്നു കൗണ്ടർ. നൗഷാദ് ആരുടെയാടാ വാപ്പ? ആ സാധനം തന്നെ ഇവിടെ സിമെന്റ് സാധനം ഉണ്ട്. അത് കട്ട് ചെയ്യാതിരുന്നോല്ലോണ്ട് വെള്ളച്ചാട്ടത്തിന്റെ പേര് അവര് കയറി പോകും. അതെല്ലാം കയറി പോകും. വണ്ടി എത്തി റൈഡ് കളിച്ചു. വെള്ളച്ചാട്ടം കാണാം. ഫോട്ടോ എടുത്തോട്ടെ. സ്പേസ് ഡാർക്ക് വെട്ടം അവിടുന്ന് സൂര്യ അതിന്റെ സുന്ദരം ഗടിയാ ഇങ്ങനെ വന്നേ വീടിനൊക്കെ പൈസ കാണണ്ടേ. ഇതാണ് സിൽവർ സർഫസ് വാട്ടർഫാൾ. സിൽവർ സർഫസ് വാട്ടർഫാൾ. അയ്യോ ഒന്നുമില്ല. മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന തറകൾ ഒലിച്ച് വീണ്ടും കറങ്ങി ചെല്ലു. അതൊക്കെ തന്നെ. പൈപ്പ് തന്നെ ആണോ വന്നിട്ട്? അതാ ഇങ്ങനെ കറങ്ങി വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഞാൻ കാര്യം പറയാം, ഇവിടെ വലുതായിട്ടൊന്നും കാണാനില്ല. ആകെ ഒരു വെള്ളച്ചാട്ടം. അത് പോകുന്ന റോഡ് ഇങ്ങനെ പോകുന്നത് ആ വഴി തന്നെ കൊള്ള കണ്ടോണ്ട് ഇങ്ങനെ ജസ്റ്റ് നിർത്തി. ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഗുണാക്കി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗുണ കേവി വന്നിരിക്കുകയാണ്. അവിടെ ഗോപ്രോ കയറ്റുമോന്ന് പോലും അറിയത്തില്ല. എന്നാലും നമ്മൾ പോവുകയാണ്. ഗോപ്രോ അല്ല എന്താടാ 15+ എടുക്കും നമ്മള് അല്ലേ? ഇതൊക്കെ ഇടാടേ. ഗായ്സ് നിങ്ങൾ വീട്ടിൽ ഇരിക്കാതെ കുണാക്കേവിലേക്കൊക്കെ വരിക. അപ്പോൾ അകത്ത് ചെന്നിട്ട് കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു പറ. ഗുണാക്കേവ്. നമ്മൾ കുണാക്കേവിലെത്തി ഗായ്സ്. കുണാക്കേവിലേക്കാണ്ട് കയറാൻ പോവാണ് ഗായ്സ്. മണിനെ വരുന്ന മന്ദിക്കാത്തിലല്ലേ അധികം താണ്ടി. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? എന്താ പറയണേ? ഫോട്ടോ എടുക്കാൻ അത് മനോഹരമായ ഫോട്ടോ എടുക്കുന്ന പ്രൊഫഷണൽ മീഡിയ പ്രിന്റർ. കയ്യില്ലാത്തൊക്കെ ഇട്ടുകൊണ്ടൊന്ന് തണുത്ത് പോകുന്നത്. മണാലി പോയിട്ട് ഉടുപ്പിലാണ്. ഗൈസ് അങ്ങനെ നമ്മൾ കുണാക്കേവിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. കുണാക്കേവ് കൂടാണ്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. കേട്ടോ അണ്ടേ മുണ്ടും ഒക്കെ എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ എല്ലാത്തിനും മൂട്ടിൽ തണുപ്പടിക്കുമ്പോൾ സമാധാനമാവും. ഗൈസ് നിങ്ങൾക്കായി ഈ കുണാക്കേവിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് നോക്കണം. നിങ്ങൾ കുണാക്കേവിലെ കുറച്ച്
അതിമനോഹരമായ കുറച്ച് കാഴ്ചകൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഗായ്സ് നോക്കിക്കോ. ഗായ്സ് നമ്മൾ ഇതാണ് കുണാ കേവിന്റെ മെയിൻ പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഫോട്ടോ എടുക്കാൻ ടീംസ് വിളിച്ചിരിക്കുന്നു. സൂമിങ് ആണ്. ഓരോരുത്തർ ഓരോരോ മൂലയ്ക്ക്, ഓരോരുത്തർ ഓരോരോ വഴിക്ക്. എന്ത് നോക്കിക്കുന്നേ? ഇതൊക്കെ ഒരു വൈബല്ലേ, ആസ്വദിക്കുക. അതാണ് എനിക്ക് അറിയാൻ ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ടുണ്ടോ? അത് കണ്ടിട്ട് അതേപോലെ ഒരാളെ കൊണ്ട് ഇറക്കി കാണും. ഇതിനകത്തുനിന്ന് ഈ ഡീറ്റെയിൽ ഇട്ടുണ്ട്. മറ്റേ സാധനം ബോഡി വീണ് കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് ഒരാൾ ഇറങ്ങത്തില്ല. അയാളെ കൊണ്ട് പോയിട്ടൊക്കെ ഉണ്ട്. ബോഡി വീണൊക്കെ തിരിച്ച് കിട്ടിയ പറക്കുന്നുണ്ടോ? ഗോവാലൊക്കെ ഉണ്ടോ? ഉള്ളതൊക്കെ കേട്ടോ. അപ്പൊ റിയാലിറ്റിയാണ് പടത്തിന്റെ ചർച്ച. ഗുണ പ്ലസ് കേവ്, ഗുണ കേവ്. ഇത് പ്രശ്നമാണ്. നീ എന്താ ചവിട്ടി പോ. കിട്ടില്ല ഒരു വ്യൂ ആണ്. കുട്ടി വരി കെട്ടിയിട്ടേക്കുന്നു ഗൈസ്. ലോക്കായി ഗൈസ്, ഫുൾ ലോക്കായി. കണ്ടോ, ഗേറ്റാണ്. നമ്മളെങ്ങനെ അകത്തേക്ക് പോകും? നോ വഴി. കണ്ടോ, അങ്ങോട്ടൊക്കെ പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാണ്? പണി കിട്ടി ഗായ്സ്, പണി പാളി. അതെ, അഭിലാഷും സുഭാഷും എല്ലാം നാട്ടെ ഇറങ്ങിപ്പോകുന്നു. സുഭാഷിനെ അഭിലാഷിനെ എല്ലാം കൊണ്ട് ഇനി തൂക്കിയെടുക്കണം നമ്മുടെ കുഴിക്കകത്ത് നിന്ന്. ഞങ്ങൾ ഗുണാക്കേവി കയറിയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാണ്. മാഗി പറഞ്ഞേക്കുവാണ്. എഗ് മാഗി ഇപ്പുറത്തെ കടയിൽ നിന്ന്. ആരാ? അങ്ങനൊന്നുമില്ല, അത് ഇഷ്ടമുണ്ടേ എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കമ്പനി പേ ചെയ്തു. 200 3 കൂടെ 200. ഇത് 2 എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീ. ஜல்லி வைக்கலாம். இதில் ஜல்லி வச்சிருக்கு. மேஸ் மலாஸ் விற்போனா மேஸ் மலாஸ் இருக்கு. ഒന്ന് മാത്രം വണ്ടിയിലെ സാപ്പ് കഴിക്കണോ? വേണ്ട, ലവനാണോ മേടിച്ചാ മീൻ? 300 പോട്ടില്ല. നിങ്ങളെ വാപ്പയാണോ വിളിച്ചേ? എന്താ കുണാക്കേവ്? നമുക്ക് ഇതൊരെണ്ണമുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. മറ്റേ വേണോ? കമ്പൂർ അതെന്നെ വാങ്ങിക്കോ.
ആ വണ്ടിക്കകത്ത് ബിസ്ക്കറ്റും അതെല്ലാം ഇരിപ്പുണ്ട്. വണ്ടിക്കകത്ത് ബിസ്ക്കറ്റും അതെല്ലാം ഇരിപ്പുണ്ട്. ഓറഞ്ച് ഒറ്റ എടുത്തത് ഒരു ബ്രെഡ് ഓംലെറ്റ് ഇത് ഭയങ്കര ഇതാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചിട്ടുണ്ട് മതി മതി കൂടുതലെടുക്കല്ലേ. സൗണ്ട് എഫക്റ്റ് കൊടുക്കുന്ന ആവശ്യം സൗണ്ട് അന്നാൻ്റെ കോയ അങ്ങനെ ഫുഡ് കഴിച്ച് ചായ കുടിച്ച് എല്ലാം കഴിഞ്ഞ് ഇവിടെ വെള്ളം 1 ലിറ്റർ 2 ലിറ്ററിൻ്റെ കുപ്പിയും കാര്യങ്ങളൊന്നുമില്ല. കിടക്കാതെ ഇവിടെ ആ പരിപാടി ഇല്ല. 1 ലിറ്റർ 2 ലിറ്ററിൻ്റെ ഇവിടെ മിനിമം അല്ല പോകുന്ന 5 ലിറ്റർ 5 ലിറ്ററിൻ്റെ വെള്ളമേ ഉള്ളൂ. വേണേ 3 കുഞ്ചണമെന്ന് പെറ്റി ഫൈൻ കുപ്പിയൊക്കെ ഫൈനാ കപ്പിട്ടത്. അങ്ങനെ അത് നമ്മൾ വന്ന വണ്ടി ഇതിനകത്താന്ന് വന്നത് ബ്രീസ ഇല്ലെങ്കിൽ ഇല്ലേ. തമ്പി നമുക്ക് എടുക്കാം. അത് ഉറങ്ങാൻ പോന്നാ. ഗായ്സ് നമ്മൾ ഇപ്പൊ നിക്കുന്നത് ഇപ്പൊ നിക്കുന്ന സ്ഥലം കാണിച്ചു ഏതാ ഗൈസ്? ഇപ്പൊ നിക്കുന്നത് നമ്മള് കൂക്കൽ കൊടൈക്കനാൽ നേരെ കൂക്കൽ പോകുന്ന റോഡ്. കൂക്കൽ പോകുന്ന റോഡ് ചെറിയൊരു കറുപ്പുണ്ടോ? അത് നീ സൂക്ഷിച്ചോ. അത് മൂവാകും. ഏതാ കണ്ടോ? തല പൊക്കി നോക്കിയുണ്ടോ? എവിടാ? എൻ്റെ എനിക്കൂടെ കാണിച്ചു. ഞാൻ പറഞ്ഞുതരാം. ഈ 3 മരം കണ്ടോ? ഈ 3 മരം ഒറ്റ വരത്തില്ല. അങ്ങോട്ട് പോകുന്നതൊക്കെ കൊള്ളാം. ഈ 3 തല പൊക്കി വയ്ക്കുന്നതാണോ? ആ അതന്നെ. ഇനി ഇപ്പുറത്ത് കറുത്ത ഷെയ്ഡ് ഉണ്ട്. ഇതിനോട് ചേർന്ന് കണ്ടു. ആ അവിടെ വ്യൂ. എനിക്ക് 2 സ്ഥലങ്ങൾ കണ്ട്. കൊച്ചു റോഡാ, കുഞ്ഞു റോഡാ. കാണിച്ചില്ല റോഡൊക്കെ. ഇതാണ് കുന്ന്, ചെറിയ കുഞ്ഞു കുന്നുകൾ കാര്യങ്ങളൊക്കെ. അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ കാറെല്ലാം നിർത്തിയിട്ടൊക്കെ ഉണ്ട്. ഇച്ചാണ്ട് ചെറിയ റോഡാ. അവിടെ സ്ഥലമില്ലായിരുന്നു വണ്ടി ഒതുക്കാൻ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വണ്ടി ഒതുക്കാൻ കുറച്ച് സ്ഥലം കിട്ടി. അങ്ങനെ ഇവിടെ ഒതുക്കി ബോർഡൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്, ഒരു ഫീലുണ്ട്. അയ്യ പോടോ പല്ല് കാണിച്ച് ചിരി, ആറ്റിറ്റ്യൂഡ് ഇട്ടിക്കാതെ. അയ്യോ വലിയൊരു സാമ്രാജ്യം. ആദ്യം വ്ളോഗ് വരുമോ നോക്കണം. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഞാൻ രാത്രി ഉറങ്ങിയില്ല. കുമാരെല്ലാം പോത്തോലിടന്ന് ഉറങ്ങി. എന്ത് ചെയ്യാനാ ഗൈസ്? മല കയറി ഗൈസ്. എവിടാന്നറിയത്തില്ല ഗൈസ്. ഇപ്പൊ ഏതോ കാട്ടിൽ വന്നിട്ടുണ്ട്. ലവൻ കണ്ടുപിടിച്ച ലൊക്കേഷനാണ്.
എന്നിട്ട് അവൻ വരുന്ന വഴക്കുന്നുണ്ട്. ലൊക്കേഷൻ കൊള്ളാം, അടിപൊളി. വ്യൂ പോയിന്റ്. ഞങ്ങളൊരു വെള്ളച്ചാട്ടം തപ്പി വന്നതാണ്. പക്ഷെ വെള്ളച്ചാട്ടം പോയിട്ട് ഒരു തേങ്ങ പോലും ഇല്ല. സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ വെള്ളച്ചാട്ടം ഇടാൻ അറിയത്തില്ല. கைஸ் இங்கே வாட்டர் ஃபால் இருக்குன்னு நான் சொன்னேன். என்ன தெரியல, அதனால நாங்கள் போகிறேன். ഇവിടെ പൊന്നെ നോക്കിയേ, ഒരു രക്ഷയില്ല. കിടിലം വൈബ്. അത് ചെറുതാണ്ട നമ്മള് നിൽക്കുന്ന വലിയ വിഷയം കിടിലം വ്യൂ. ഇവിടുന്ന് ഞാൻ ഇറക്കോ കൂക്കൽ ട്രക്കിംഗ്. ഏതാ കക്കാശി മോള് പശുവൊക്കെ ഉണ്ട്. അതുകൊണ്ട് മറ്റേ എന്താ മാരിമുത്തോ കൊണ്ടോ പോയിട്ട് മുത്തോണ്ണ கீழே ஒரு பாறை இருக்கு, அதோட எண்டு. இதனால இங்க கூட விட பாறை இருக்கு. உள்ள போனீங்கன்னா அந்த மட்டும் அந்த வாட்டர்ஃபால் பூப்பாறை போக முடியாது. தேவையில்லாத ரிஸ்க். பணம் உங்களை டீசென்ட்டாகவும் நடத்த மாட்டாங்க. அஃபிஷியல் புக்கு என்ன செய்வாங்க தெரியுமா? நம்ம சந்தோஷம் தான் வந்து சந்தோஷம். മറ്റേ ഒരു സിനിമാറ്റിക് ഫീലൊക്കെ ഇല്ലേ, ആ സംഭവം യൂട്യൂബിൽ കാണും. കുറച്ച് റീലൊക്കെ ഇട്ടപ്പോണ്ട്. ഇപ്പോൾ വീണ്ടും കർശനമാക്കി. ഇപ്പോൾ തറ വരെ കുറച്ച് വരെ പോകത്തുള്ളൂ. റിസ്ക്കാണ് ഗൈസ്, പോകാൻ പറ്റില്ലെന്ന് പറയുന്നത്. സംഭവം ജീവൻ ഫുള്ള് പോകും. പിന്നെ പോലീസ് വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനും കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. സോ റിസ്കി, അതുകൊണ്ട് പോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. പോയാൽ തന്നെ ജീവൻ പോലും തിരിച്ചു കിട്ടില്ലെന്നാണ്. അപ്പം ഓക്കെ ഗൈസ്, പ്ലാൻ തേഞ്ഞു. വാട്ടർഫാളിലോട്ട് പോകത്തില്ല. വാട്ടർഫാള് ക്ലോസ് ആണ്, ഫൈനാണ്. 5000 ഫൈനാണ്. ഇപ്പോൾ അടുത്ത പ്ലാൻ ചെയ്തേക്കാൻ അവിടെ തറ വരെ പോകത്തില്ല. അതിന് മുമ്പായിട്ട് കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ പാറയും ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ പോകും. അവിടെ പോയി അവിടുത്തെ വ്യൂ നോക്കാം ഗൈസ്. അങ്ങനെയാണ് ഇവിടെ. അതാണ് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയാം. ഇറങ്ങുക, ഇന്നും കിടന്നൊക്കെ ഇറങ്ങുന്നു. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ആണ് ഫസ്റ്റ് ടൈമേ എടുത്തേക്കുന്നത്. ഒരു 10-15-20 സെക്കൻഡ് അങ്ങനെ കട്ട് ചെയ്ത് തന്നെടുത്തേക്കുന്നു. ഫസ്റ്റ് ഒരു വ്ളോഗല്ലേ, നമുക്കറിയത്തില്ല. നമ്മൾ വൈത്താളം അടിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടി, അല്ലാതെ ഒന്നുമില്ല. മനസ്സിലായ? ചുമ്മാ ജസ്റ്റ് വൈത്താളം. എന്തായാലും എവിടെയൊക്കെ പോകുന്ന ചുമ്മാ വീഡിയോ ചെയ്ത് ഇട്ടേക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതില്ല. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എടുത്ത് ഇന്നലെ ഇൻട്രോ തന്നെ എടുത്തു തുടങ്ങിയത് കളയുന്ന. അത് ഫസ്റ്റ് ഇൻട്രോ തന്നെ ഇൻട്രോ തന്നെ തേഞ്ഞു. ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ച് പോട്ടെ, വേണ്ടെന്ന് വിചാരിച്ചു. ഇതിലൊക്കെ അത് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ അധികം ഒന്നും വരുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പായി വരുന്നതൊക്കെ പറയുന്നു. കാലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി, കാല് വെച്ച ഭൂമിയും കുഴിഞ്ഞു താണുപോയി, കണ്ടു നിന്നതൊക്കെ ഇന്നു മെല്ലെ മാഞ്ഞു പോയി. എന്താ വ്യൂ! ഫോട്ടോ കിടിലം വ്യൂ ആണ് ഇവിടെ. കിടിലം
അല്ലെണ്ണ ഇതല്ലെണ്ണ അത് കുറച്ചുകൂടെ നടക്കാറുണ്ട്. അങ്ങനല്ല, ഈ ആ ഒരു നിരപ്പില്ലേ, ആ ഒരു നിരപ്പ് തന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടെ ഉണ്ട്. അങ്ങനെ നടന്നു പോയാൽ അവിടെ നിന്ന് ഓരോരുത്തമായി ചെയ്യുന്നത്. അവിടെ ജീപ്പ് പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട് എന്തുവാന്ന് ചോദിച്ച്. വാട്ടർഫാളാണ് പുള്ളി എന്താ പറയും ആ എല്ലാരും പറഞ്ഞു അത് കിട്ടുന്ന സ്പോട്ടാണ്. അത് കിട്ടില്ല, സിനിമാറ്റിക് ഒരു ഫീലാ. നമുക്ക് കട്ടെടുക്കാം. ഞങ്ങള് പോയി 2 ഷോട്ട് അതിന്റെ വെക്കാം. വിളിക്കായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോയിട്ട് അടുത്ത ലൊക്കേഷനിൽ പോയി വീണ്ടും കാണാം. ഇപ്പോൾ ഉള്ളത് ഒരു ലേക്കിലാണ്. ലേക്ക് ചെമ്മരിയാടിനെ കാണാൻ വന്നല്ലോടാ. കുന്നും മലയെല്ലാം കയറി ചെമ്മരിയാടിനെ കാണാൻ വന്നു. എന്നിട്ട് ചെമ്മരിയാടിനെ കണ്ടില്ല. ഓക്കെ, വയല് പോലെ കിടക്കുന്ന സ്ഥലം. അതിൻ്റെ ബാക്കിൽ എങ്ങനെ 2 പിന്നെയും നമ്മൾ പോവുകയാണ് ഗൈസ്. അതും കുന്നും മലയും കയറിയാണ് പോകുന്നത്. കയറി മടുത്ത്. അവിടെ തടാകമുണ്ട്. അതേ ഉള്ളൂ. ഷീപ്പ് ഷെഡുണ്ട്. അയ്യോ ഇതാണ് ഷീപ്പ് ഷെഡ്. ഷീപ്പ് ഷെഡ് നിർത്തിയാണ്. അവിടെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. മുട്ടുപോലെ കാണാം. അവിടെ മറ്റേ മമ്മൂട്ടി ഒന്നും പറയാം. എന്നാലും എന്തേലൊക്കെ 2 വാക്ക് കണ്ണടി ചെറുങ്ങുന്നു. മുയിൽ പലതരം ഇതിൻ്റെ എൻട്രൻസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. വരുന്ന വഴിക്ക് നൊങ്ക് കണ്ടു. നൊങ്കും പനങ്കള്ളും. അതെവളോ ഒരു മുന്ത 50 ഇതന്നെ ഏറ്റി പിടിക്കണം. എളുപ്പമുള്ളതാണ് ഇങ്ങനെ പിടിക്കും. അത് പോതും അത് ഈ ഒരെണ്ണം അത് 5 പീസ് പോട്ടു. இளநீர் மாதிரி தான் சேட்டா. ரேய்
வண்டியில் ட்ராவல் பண்ணுறதுக்கு பாடி ஹீட்டுக்கு நல்லது இல்லைனே. போதும் போதும் இதான் பையா மொத்தம் குடிக்காத போதும் அண்ணா போதும் அது இதாகுது. நிலப்பு உள்ளது. പിടിച്ചടിച്ചാൽ നടക്കും. ഈ തീ വെച്ചുള്ളൊക്കെ ഏതാ മൂത്താപ്പട അല്ല ഞാൻ ഒരു 3 ദിവസത്തേക്ക് കാണത്തില്ലെന്ന് പറഞ്ഞേരാ. 3 ദിവസം കഴിഞ്ഞ് പുള്ളിയെ കൊലക്ക് കൊടുത്തിരിക്കുക. നീ ഞാൻ ഹോസ്പിറ്റലിൽ റൂം എടുത്ത് ഫ്രഷ് ആവാൻ വേണ്ടി ഫ്രഷായിട്ട് ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി റൂം എടുത്ത് ഇതൊന്നൊക്കെ തുപ്പിച്ചോണ്ട് വരിക. അയ്യോ കേട്ട റൂം കാണിച്ചിടാം ഗൈസ്. ഇതാണ് റൂം. ക്യാമറ ആക്ഷൻ 5 Pro. ഫ്രഷായിട്ട് വന്നിട്ട് പോകാൻ നേരത്ത് കാണാം. ബൈ. ഫുഡ് കഴിക്കാൻ സമയം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കൊണ്ട് ഇറങ്ങുന്നു. അവിടെ തന്നെ ഇട്ടാ പോരെ, അവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നു ഗൈസ്. എന്തോ പറ്റി? നീ ഒരു മെക്കാനിക്കൽ ഇല്ലയോടാ? എടുത്തോ ഇത് നമ്മളിങ്ങനെ ചെയ്തോ? ലൊക്കേഷൻ എടുത്തോ കേറി. ഫുഡ് കഴിക്കുന്നിടത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഇവിടെ ആയിരുന്നു കട മറക്കും. ഇപ്പോൾ പാൻസിക്കട കയറിയാണ് ഫുഡ് കഴിക്കാൻ. സൂപ്പർ ബ്രോ സ്പെഷ്യലേ ഉള്ള സ്പെഷ്യലേ വെളിയില चिकन बिरयानी चिकन राइस और एग बिरयानी ഉണ്ട് और ദോശ. A few minutes later. സുഖല്ലേ? അവിടെ കറക്റ്റാണ്. ഇതിലെ എല്ലാമേ നൂഡിൽസ് റൈസ്
ഗൈസ് ഇത് ചിക്കൻ ഫ്രൈ ഗൈസ്, ചിക്കൻ പെപ്പർ ഫ്രൈ. இது வந்து கலக்கி சாஃப்டாக இருக்கு. இதுதான் கோயின் பரோட்டா, இது ചിക്കൻ റൈസ്. മലയാളത്തിൽ പറയണ നല്ല ഫുഡാണ്, നല്ല ഹോട്ടൽ സൂപ്പറാக இருக்கு. മെൻഷൻ ചെയ്യണോ? ചെയ്യാമല്ലോ. വെളിയിലത്തെ ബോർഡ് പേരൊന്നും നമുക്കറിയത്തില്ല. വെളിയിലത്തെ ബോർഡ് കാണിച്ചു തരാം. ഹോട്ടലിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരണം. 50% ഡിസ്കൗണ്ട്. ഞങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഡിസ്കൗണ്ട്. ആ, ഇവിടെ വന്ന് പേര് ഞങ്ങളുടെ പേര് അൻവർ ബ്ലോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% നിങ്ങൾക്ക് ഡിസ്കൗണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ 50% ഡിസ്കൗണ്ട്, നിങ്ങൾക്ക് 30%. എക്സ്ട്രാ 10% വേണമെങ്കിൽ സുനിൽ സ്മോക്കിയുടെ പേര് പറയാം. സബ്സ്ക്രൈബ് ചെയ്തേക്കൊണ്ടായിരിക്കും. അതിവിടെ കാണിച്ചു. ഇൻസ്റ്റ ID സബ്സ്ക്രൈബ് ചെയ്തേക്കൊണ്ടായിരിക്കും. ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പകുതി എടുക്കണം. പകുതി എടുക്കണം. ചിക്കൻ ഫ്രൈയും മുട്ടയും അത് കൊടുക്കട്ടെ. കുറച്ച് മതി. ഇവിടുത്തെ എടുക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ടാണ്. കസാഖിസ്ഥാൻ ബോട്ട് ഹൗസ്. ഇവിടെ നിൽക്കും ബോട്ടിങ്ങിന്റെ സ്റ്റാർട്ട്. ലേക്കിലോട്ട് ഇറങ്ങി. ലേക്ക് എന്ത് ജയിൻ്റെയിലുണ്ടോ? ജയിൻ്റെയില് ജയിൻ്റെയിലിനകത്ത് മാത്രമേ പിള്ളേർ കയറത്തോളൂ. കാരണം അത് ഓരൊക്കെ തന്നെ വെച്ച് വെള്ളം ചാട്ടം ഇതൊന്നും പോസ്റ്റിൽ വെട്ടമില്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇട്ടുന്ന വെട്ടം ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഞാനിപ്പോൾ ഫുള്ള് കൂട്ടി ഇട്ടേക്കോ. ഇത് വേറെ ജില്ല, അവിടുത്തെ കാർഡ് പോയി. ഇവിടെ ഇതും കൂട്ടിയിട്ടേക്കോ. കോൺട്രസ്റ്റ് ഇല്ലല്ലോ, എക്സ്പോഷറും കൂട്ടിയിട്ട് എല്ലാം കൂട്ടിയിട്ടേക്കോ. കാറിൻ്റെ വെട്ടം അതായിരിക്കും കുറച്ച് വെട്ടം. കാരണം ഇവിടെ ഒന്നും ഇല്ലല്ലോ, കരയൊന്നുമില്ല. ഇവിടെ ഉള്ളൂ കരയല്ല. ടാസ്ക് വെള്ളത്തിൽ ഇന്ത്യ നേരം ഒരു സിഗ്നേച്ചർ എടുത്ത് തരാം. ഒരു പുഴ നീന്തി കിടക്കാറില്ല. അവൻ പകുതി വരെ പോയിട്ട് ഷവറായിട്ട് തിരിച്ചു പോരുത്. പതി വരെ പോയെങ്കിൽ പിന്നെ അപ്പുറത്തോട്ട് നീന്തി പോയിക്കോളൂ. എടാ അത് പിന്നെ 1 മണിക്കൂറോളം നീന്താനുള്ള വെള്ളമുണ്ട്. പിന്നെ അപ്പോൾ പതി ആയില്ലല്ലോ. എടാ ആ പുഴയിൽ നിന്നും 1 മണിക്കൂറോളം നീന്താനുള്ള പിന്നെ ഇതുണ്ട്. അപ്പൊ 1 മണിക്കൂർ നീന്തിയോ? 2 മണിക്കൂർ നീന്തണം. 1 മണിക്കൂർ അവൻ നീന്തി. 1 മണിക്കൂർ നീന്താൻ പറ്റിയില്ല. അപ്പൊ തിരിച്ചു വരാൻ 1 മണിക്കൂർ എടുത്തല്ലോ. ആ 1 മണിക്കൂർ പാതിയായി. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരണ്ടായോ? അവിടെ അത് ഇപ്പുറത്തല്ലേ? ഇവിടെ അത് മല്ലിപ്പൂ. മല്ലിപ്പൂ മുല്ലപ്പൂവാടാ. അതാ ഇവിടെ അത് മല്ലിപ്പൂ. മുല്ലപ്പൂ ഇവിടെ മല്ലി. മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ, ഓറഞ്ച് കളറുള്ള മല്ലിപ്പൂ. പിച്ചിപ്പൂ. മല്ലിപ്പൂ മുല്ലപ്പൂവാ. ആ അല്ല, ഓറഞ്ച് കളറിലൊരു പൂ ഉണ്ടല്ലോ. ഏത്? അയ്യത്ത് കളിക്കുന്ന അയ്യത്ത് കളിക്കുന്നതല്ല, പെണ്ണുങ്ങളെ തലയ്ക്ക് വെക്കുന്നത്. ചെമ്പരത്തി. ചെമ്പരത്തി അല്ലല്ലോ, മറ്റേ കോളാമ്പി പോലെ ഇരിക്കുന്നയോ? അല്ലടാ, പിന്നെ മഞ്ഞപ്പൂ. അതറിയത്തില്ലേ? അതേത് പൂവാടാ? ഇവന് അവിടെ ഇവിടെ തന്നെ ഉണ്ട്, കാണിച്ചാ നീ. അതൊക്കെ മഞ്ഞപ്പൂവോ? മഞ്ഞപ്പൂവ് കണ്ടിട്ടില്ല. പിന്നെ പിങ്ക് കളർ പൂവൊക്കെ ഉണ്ട്. റോസ് കളർ അല്ല, ഓറഞ്ച് കളർ. ഓണത്തിനിട്ടുന്നതാണോ? മറ്റേ
ഓറഞ്ച് മഞ്ഞായിട്ടുള്ള അതല്ല അത് മറ്റേ പൂ. അവിടെ വെട്ടമില്ലാത്തോണ്ട് വെട്ടം കൂട്ടിയിട്ട് ഇവിടെ വെട്ടം കൂടിയപ്പോ ഇതിനകത്ത് ഭയങ്കര വെട്ടം. നെറ്റ് ചെയ്യുമ്പോ വെട്ടം കുറയ്ക്കണം. ആരാണ് കൂട്ട് എല്ലാ സാധനത്തിനകത്തുനിന്ന് വെള്ളം വരുന്നില്ലേ? ആ വെള്ള ഏത് ഇതിനകത്ത് ഈ ഇരിക്കുന്ന അല്ലാണ്ട് വെള്ളം ചാടുന്നുണ്ട്. അണ്ണനാണ്ട് പൂക്കി മേടിച്ചു വിടറാ. സുമല്ലേ ചെവി ഇരിക്കുന്ന പൂക്കി മേടിച്ചു വിടും അണ്ണന്. നടത്തേ കേട്ടോ സ്റ്റൈല് പൂക്കിയ പൂ. ഓവർ വെട്ടമായിപ്പോ റോസ് വെള്ളം വെക്കുന്നില്ല. അവരൊന്നും ചാറ്റിക്ക് കാണുന്നുണ്ടോ? നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? ഇത് മെറ്റലാണോ? മെറ്റലാ അണ്ണാ? ഇത് മെറ്റലാ? എவ்வளோ அது? 280. അത് ബ്ലാക്ക് ഉണ്ടല്ലോ എടുക്കാൻ. വേറെ റോൾസ് റോയ്സ് ഇല്ലേ ഇരിക്കുക? ഇതല്ലേ ഡിഫൻഡർ ഇല്ലേ ഇരിക്കുന്നത്? കാണാൻ ലുക്കില്ല. കളറേ ബാക്ക് ഒരു കാർ 100 രൂപ. ഒറ്റ പീസായിട്ടോ അതോ ഇത്ര കൂടെ? ഒറ്റ പീസ്. അത് കാണാൻ കൊള്ളാവുന്ന കൊള്ളാവുന്ന ഒന്നുമില്ല. ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഈ ഒറ്റ പീസേ ഉള്ളൂ. സെയിം തന്നെയാണ്. കൊള്ളാവുന്നുണ്ടോ? അതൊക്കെ തന്നെ. നമ്മൾ അതിനകത്ത് കയറുമത്? ഇതിനകത്ത് ആ ബോക്സിനകത്ത് ഇത്രയും വലുത് കയറത്തില്ലെന്ന്. അത് വലിയ രസമില്ലാത്ത വലിയ രസമില്ല. ഹോട്ട് പീസ് ഇരിക്കുന്നതും വലിയ രസമില്ല. ഇത് എടുത്തോ കൊള്ള. പക്ഷെ അത് മറ്റേ ബോക്സിനകത്ത് കയറത്തുമില്ല വലുത്. ഇവിടെ ആരും ഇല്ല, എടുത്തോണ്ട് പോവാ. 4 പേരെ 5 പേരെ അടിക്കാൻ പോവാ. എന്നാ റിയാലിറ്റി ഒറിജിനലാ? സ്പീക്കറുണ്ട്. 2 hours later. ரொம்ப ஈஸியாக இருக்கும். ரொம்ப ஹார்டுலாம் இருக்காது. நைஸாக கொண்டு இதாகும். അമീനി തോക്കണമെന്ന് പറഞ്ഞാ ഉത്സവത്തിന്. പക്ഷെ 2 ദിവസത്തേക്ക് കാണത്തുള്ളൂ. അത് വേറെ കാര്യം. മറ്റേ മുത്തിട്ടടിക്കുന്ന മുത്തിട്ടടിക്കുന്ന മറ്റേ അടിയൊക്കെ ഊരാൻ സമയത്ത് ഭയങ്കര വെയിറ്റും ഉണ്ട്. ഇത് ഭയങ്കര ഇത് മെറ്റലിന്റെ ഒരു വെയിറ്റ് നമുക്ക്. അല്ല പറഞ്ഞ ആ ഒരു ക്വാളിറ്റി അതാ പറഞ്ഞേ. അവനെടുക്കാൻ പറ്റാത്ത കേസ് അങ്ങനെ മേടിച്ച് ആ തോക്ക് പേടിച്ചിരിക്കുന്നു. ഞാനെ നീ ഭയക്കണം കേട്ടോ. അവൻ്റെ എനിക്ക് നല്ല കീറി കിട്ടും മുത്തൊക്കെ ഇട്ട്. നിങ്ങളെ മേടിച്ചോ? നല്ല ഡബിൾ ബാറിലെ ഗണ്ണ് ഒരു ഉണ്ടിട്ട് അടിച്ചു നോക്കാൻ എന്താ പറഞ്ഞു? എത്ര രൂപയാണ്? ഗുണ്ട, ധാരാവിലെ ഗുണ്ട. ഫോട്ടോ എടുക്കാൻ നടുവിൽ വെക്കട്ടെ. വെക്കണ്ട
ഇതിലത്ത് വെക്കട്ടെ എനിക്ക് എവിടെ വെക്കുന്നത് ഇങ്ങനെ വെച്ചാൽ അത് പിന്നെ അത് ചെറുപ്പം വെച്ചു ചുമ്മാ വെച്ചു ലേസറാണോ ലേസറാണോ പേര് അവിടെ ഇവിടെ ഇവിടെ അല്ലടാ ഫ്രണ്ടിന്ന് എടാ അങ്ങനെ അതിനല്ല കയറത്തില്ല അണ്ണ 350 രൂപയ്ക്ക് തന്നെ ഇല്ല എന്ന് വെച്ചുതരാൻ പറ സെറ്റിങ്സ് ഞാൻ നോക്കട്ടെ ലേസർ അടി വെക്കൂ അങ്ങനല്ല ഇവിടെ വെക്കുന്നു ആണോ നമ്മള് പ്രാക്ടിക്കലി ചിന്തിക്കട്ടാ അതിനാണ് ഫ്രണ്ടിൽ നിന്ന് രണ്ട് മുത്തിട്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ കത്തുന്നില്ല അല്ല കത്തും കത്തിച്ച് കത്തിച്ച് ഇത് കീറും ഉണ്ടാടാ നല്ല അവിടെ പോയി നേരത്തെ കത്തി കിടക്കണം ഓണായെന്നറിയണ്ടേ എനിക്കറിയാം നീ വാപ്പിച്ചല്ലേ കറക്റ്റ് അടി ആയിട്ട് ഇതെവിടെ കിട്ടുമെന്ന് പറഞ്ഞ ഉണ്ട തലക്കൊക്കെ അടി അവിടെ പോയി നടാ അറിയാം ഷീറ്റിനകത്തോണ്ട് ഷീറ്റ് ശരിയാ കടയിൽ വേണ്ട അത് വേണ്ട അടി ആള് വരുന്നതിന് മുമ്പ് പറ്റിച്ച് റീലോഡ് ചെയ്യണം ചെയ്തിട്ട് അടിച്ച് വലിച്ചിട്ട് കറക്റ്റ് അടിയടാ കറക്റ്റാ കേട്ടോ കറക്റ്റ് ടൈം അത് കറക്റ്റ് ലേസറിലടിച്ചത് വെച്ചേക്ക് ഇനി ആരും ഉപയോഗിക്കാം അടുത്ത പള്ളിപ്പെരുന്നാളിന് ഉപയോഗിക്കാം വണ്ടിക്ക് എത്തിച്ച നാളെ ഇങ്ങനെ വെച്ചിട്ട് കൈ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കും താഴെ ഓഫ് ചെയ്യാൻ നിന്റെ ഒരു ബുള്ളറ്റ് അടിക്കാൻ രണ്ടെണ്ണം അടിച്ചത് എനിക്ക് അടിക്കാൻ പറ്റില്ല ഇട്ടത് അതുകൊണ്ട് കാണിച്ചത് വീട്ടിൽ പോകും മുത്തിന്റെ ബാക്കിയാണ് ആദ്യം അടിച്ചടി പോയില്ലെങ്കിലേ കൊണ്ടിട്ട് ഇറച്ചി ആദ്യം അടിച്ചടി പോയില്ല റീലോഡ് ചെയ്തില്ല അണ്ണേ റീലോഡ് ചെയ്തില്ല ഞാൻ റീലോഡ് ചെയ്തിട്ടാ പക്ഷെ ഉണ്ട് ആയില്ല അതെനിക്ക് വേണ്ടി വെച്ചിരുന്നില്ലേ ഒരു പെട്ടെന്ന് എവിടുന്ന വെച്ച് കണ്ടുപിടിച്ചോണ്ടോ അപ്പുറത്തെ ആള് വന്നെണ്ണ ഞാൻ ചോദിച്ചത് എത്ര വെച്ചിടാ അവിടെ അടിയാണ് ഞാൻ സൈഡിൽ കൂടെ കാണിച്ചില്ല എനിക്ക് അടി അവിടെ അടിയാണ് അവിടെ കളിപ്പാട്ടത്തിന്റെ പേര് അടി അവിടെ കളിപ്പാട്ടത്തിന്റെ പേര് അവിടെ അടി എന്തൊക്കെ കാണണം മൊത്തം കറപ്പാന്നല്ലോ വെട്ടൊന്നുമില്ലല്ലോ വെട്ടമില്ല ലൈറ്റ് ഇല്ല ഞാൻ എന്തിനാക്കും അല്ല മറ്റേ കൊടയും ഇതും കൂടെ ലൈറ്റ് കൂടെ എടുത്തോണ്ട് വരാൻ കൊള്ളാണോ അത് കമ്പിയില്ല മറ്റേ കൂട്ടല്ല മറ്റേ ചെമ്പ് പോലെ അവനൊന്ന് വിളിച്ചിട്ട് പോയിട്ടോ യൂട്യൂബേഴ്സ് കേട്ടില്ലേ ഇവിടെ ചോദിച്ചിട്ട് പോ യൂട്യൂബേഴ്സ് ആണ് അവർ ആടാന്ന് പറയും ക്യാമറ തിരിച്ച് എന്തൊക്കെ കേക്കണം എന്റെ വല്ല പോവാന്നോ നീ പറഞ്ഞേ അല്ല അതിന്റെ ഓറഞ്ച് അത് കഴിഞ്ഞ് അങ്ങനെ അണ്ണൻ സാധനം മേടിച്ചോണ്ടിരുന്നില്ലേ അത് കഴിഞ്ഞപ്പോ ഒരു പയ്യൻ വന്ന ചോദിച്ചില്ല ഈ സാധനം ഇവിടെ വെക്കാൻ പറ്റുമെന്ന് അല്ല അത് അവന്മാർ അവിടെ നിന്ന് കഴിച്ചോണ്ടിരുന്നത് അവന്മാരല്ല അതിന് മുമ്പ് വേറെ അവന്മാരിങ്ങനെ വന്നിട്ട് ചോദിച്ചിട്ട് പോയ യൂട്യൂബറാന്ന് തോന്നി ഞാൻ പറയാ ബ്രോ എന്ന് പറയും അടാന്ന് പറയും ട്രൈ പണ്ണ നല്ല
എടുക്കുന്നോ? ആ